കുറുക്കു പുളിശ്ശേരി. കുറുക്കിയെടുക്കുന്ന പുളിശ്ശേരിയാണ് കുറുക്കു പുളിശ്ശേരി. വറചട്ടിയിൽ കിടന്നവരെല്ലാം ചുവപ്പിൽ നിന്ന് മെല്ലെ മെല്ലെ കാവിയാകുന്നത് കണ്ട് സഹിക്കവയ്യാതെ മുത്തശ്ശി അവയ്ക്കുമേലെ ശുഭ്ര നിറമുള്ള കട്ടിമോര് പകരാൻ തുടങ്ങി. ഭരണിയുടെ തിരുവായിലൂടെ പാലരുവി മാതിരി മോരൊഴുകാൻ തുടങ്ങി. ഇപ്പോൾ ഇത് സാദാ പുളിശ്ശേരി ആയിരിക്കുന്നു. നമുക്ക് വേണ്ടത് കുറുക്കു പുളിശ്ശേരിയാണ്. അതുകൊണ്ട് ചെറുതീയിൽ ക്ഷമയോടെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഇളക്കൽ ഇടയ്ക്ക് നിർത്തിക്കളയരുത്. മോര് പിണങ്ങും, പിരിയും. പീരയും വെള്ളവും പോലെ പിരിഞ്ഞകലും. തൈര് ചൂടാക്കരുതെന്നാണ്, തിളപ്പിക്കരുതെന്നാണ്. കടയുമ്പോൾ തൈരിൽ ലയിച്ചിരിക്കുന്ന വെണ്ണ വേർപെടും. തൈരിന്റെ രാസഘടന തന്നെ മാറും. അങ്ങനെ മാറ്റമുണ്ടായി വരുന്നതാണ് മോര്. ആ മോരിന് പ്രശ്നമില്ല. ആ മോര് ചൂടാക്കാം, തിളപ്പിക്കാം, കുറുക്കാം. മുത്തശ്ശി ഇളക്കി സാദാ പുളിശ്ശേരി കുറുക്കു പുളിശ്ശേരിയിലേക്ക് മെല്ലെ കാലെടുത്തു വെച്ചു. അടുപ്പത്തിരുന്ന് ചൂടിൽ കുറുകി, തറയിലിരുന്ന് ആറിക്കുറുകി. നന്നായി ആറിത്തണുത്തു. ഇതിനി ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള ചില്ലുഭരണികളിലേക്ക് പകർത്തി മാറ്റാം. 2-3 ദിവസം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കട്ടെ. 3-ാം നാൾ ഇതാ ഇത്രയും വെള്ളം കൂടി ഊറി പൊങ്ങി വന്നിരിക്കുന്നു. ഇതിന്റെ ഒറ്റയൊന്നിന്റെ മണം ഒരു പൂർണ്ണ സദ്യയെ ഓർമ്മപ്പെടുത്തും.